ശരിയാണ്. അതുകൊണ്ട് ഇഷ്യൂ ബേസിസിൽ അവർ ഓരോ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ചിലതിന് ശരിദൂരം കാണും, ചിലതിന് സമദൂരം കാണും. അത് സ്വാഭാവികമാണല്ലോ. എല്ലാ കാര്യത്തിനും ശരിദൂരം ആരും പറയാറില്ലല്ലോ. ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ NSS ചിലതിനോട് യോജിക്കും, ചിലതിന് വിയോജിപ്പുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, അവര് സർക്കാരിനെ എതിർത്തിരുന്നു. സർക്കാരിനെ എപ്പോഴും എതിർക്കുകയല്ലോ, അവർ ഇഷ്യൂസിന്റെ ബേസിലാണ് എതിർത്തത്. അതായത് ആചാരങ്ങൾ നടപ്പാക്കാതെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നപ്പോൾ സർക്കാരിനെ എതിർത്തു. അതിന് മുമ്പൊന്നും വലിയ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ച് നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പോൾ അതിനെ ശക്തമായി എതിർത്തു. ആ എതിർപ്പ് അവര് എല്ലാ തലങ്ങളിലും അറിയിച്ചു. ആ തലങ്ങളിൽ അത് മാറി ഗവൺമെന്റെന്നും ആചാരം അനുസരിച്ച് നടത്തുമെന്നും പണ്ടുണ്ടായിരുന്ന സ്ത്രീപ്രവേശനം എന്നുള്ള ആ ഐഡിയ ഇന്ന് ഗവൺമെന്റ് ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെടുകയും നമ്മുടെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെന്നതിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇഷ്യൂവിൽ അവര് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ കാര്യത്തിൽ സർക്കാരിന് വിശ്വാസമാണോ? ആയിരിക്കും. എല്ലാ കാര്യത്തിലും വിശ്വസിക്കണമെന്നില്ല. ആ ഞാൻ പറഞ്ഞ ഇഷ്യൂ ബേസിസില് മാറ്റും തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാമല്ലോ. കാരണം ആദ്യത്തെ ഇതുപോലെയാണോ രണ്ടാമത്? അന്ന് സ്ത്രീ പ്രവേശനം ശ്രമിച്ചുവെങ്കിൽ പിന്നീട് വന്ന കാലങ്ങളിലൊന്നും സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ഗവൺമെന്റിന് ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിന്റെ കാര്യമില്ല, ഉത്തരത്തിന്റെ കാര്യമില്ല. പഴയ ആചാരം അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ തയ്യാറാകുകയും ചെയ്തത് ജനവികാരം മനസ്സിലായിക്കൊണ്ടാണ്. എന്റെ അതേ നിലപാടിലെത്തിയോ ഇല്ലെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ. ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞങ്ങളത് തന്നെ പറഞ്ഞത്. സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ള ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റ്? ദൂരം കുറഞ്ഞോ ഇല്ലെന്ന് അല്ല, ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഇന്നാണാ തോന്നിയത്. നമ്മളെപ്പോഴും നേരെ പറയല്ലേ വേണ്ടത്. അതല്ല ഒരാൾ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കേട്ടുകൊണ്ട് ആളെ നോക്കി എന്നും എതിർക്കുക എന്നുള്ളതല്ലേ ശരി. ആര് പറഞ്ഞാലും, ഞാൻ പണ്ടും പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളതല്ലേ നോക്കേണ്ടത്. എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് ശരിയുണ്ടെങ്കിൽ ആ ശരിയോടുകൂടി നമ്മൾ നിൽക്കണ്ടേ. ഏത് NSSന്റെ ഈ അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒരു വിരോധമില്ല. ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വാഗതം ചെയ്യണം. ഏത് ശബരിമല ഇഷ്യൂവില് NSS എടുത്ത നിലപാടുണ്ടല്ലോ, ആ നിലപാടെന്താണ്? സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ള ആ നിലപാട്. അതിനോട് പൂർണ്ണമായും ഞങ്ങൾ യോജിക്കാൻ. അല്ലെ, NSS അങ്ങനെ സർക്കാരിനെ ഇങ്ങനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് നേരെ തന്നെ. പക്ഷെ NSS വെച്ച ആശയങ്ങൾ, അഭിപ്രായങ്ങൾ എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നും NSS നേതൃത്വം ഈ ഗവൺമെന്റുമായിട്ട് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും ദേവസ്വം പ്രശ്നത്തിന്റെ എന്നും അവിടെ സംവരണ കാര്യത്തിൽ വന്നപ്പോഴെല്ലാം NSS പറഞ്ഞതല്ലേ കേട്ടത് മുഴുവൻ. 10% മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ NSS നേതൃത്വമല്ലേ. അതെല്ലാം ഗവൺമെന്റ് കേട്ടില്ലേ. അപ്പോ NSS പറയുന്നതൊന്നും NSSുമായിട്ട് ഗവൺമെന്റ് എന്നും എതിരായിരുന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം NSS നേതൃത്വം ഇന്നത്തെ ഗവൺമെന്റുമായിട്ട് എതിരായിരുന്നു. ഇന്നിപ്പോ ഗവൺമെന്റ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ NSS നിലപാട് മാറ്റി.